ആ മഞ്ഞ ജേഴ്സിയിലുള്ള അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിനായി എത്രയോ കാത്തിരുന്നവരുണ്ട്. ആ തിരിച്ചുവരവ് വളരെ ഗംഭീരമാക്കി ആ 13 മിനിറ്റിൽ തന്നെ അദ്ദേഹം ഞാൻ എന്തിനാണ് ഈ ലോകകപ്പ് കളിക്കണമെന്ന് ആഗ്രഹിച്ചത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. വാട്ട് എ പ്ലെയർ ബൈ നെയ്മർ ജൂനിയർ, സുൽത്താൻ ഓഫ് ബ്രസീൽ. ഒരു ടീം, ഒരു രാജ്യം, ഒരു സ്വപ്നം എല്ലാം കാത്തിരുന്നത് ആ ഒരു പേരിന് വേണ്ടിയായിരുന്നു. നെയ്മർ ജൂനിയർ പരിക്കിൻ്റെ വേദനയിൽ മൈതാനം വിട്ടപ്പോൾ പലരും പറഞ്ഞിരുന്നു അദ്ദേഹം ഇനി കളിക്കളത്തിലേക്കില്ലെന്ന്. എത്രയോ നാളുകൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ബ്രസീലിൻ്റെ മഞ്ഞ ജേഴ്സിയിൽ തിരിച്ചെത്തിയത് കണ്ണീരോടെയായിരുന്നു. അവൻ തിരിച്ചു വരുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. കോപ്പ കബാന ബീച്ചിൽ പന്ത് തട്ടി തുടങ്ങിയ ഒരു പയ്യൻ, സാൻഡോസിൻ്റെ തെരുവുകളിൽ നിന്ന് ലോകം കീഴടക്കിയ രാജകുമാരൻ, 79 ഗോളുകൾ, അതും ബ്രസീലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം, ഒളിമ്പിക്സിൽ സ്വർണം നേടിത്തന്ന് ഒരു രാജ്യത്തെ മുഴുവനും സന്തോഷത്തിൻ്റെ കണ്ണീര് നേടിയെടുത്തവൻ, അതേ ബ്രസീലിൻ്റെ സുൽത്താൻ. ഹീ ഈസ് നോട്ട് നോർമൽ പ്ലെയർ, ഹീ ഈസ് എ മജീഷ്യൻ. ഡ്രിബിളുകൾ കൊണ്ട് ഡിഫൻഡർമാരെ നൃത്തം ചെയ്യിക്കുന്നവനാണ് അദ്ദേഹം. ഒരു പാസ് കൊണ്ട് സ്റ്റേഡിയത്തെ മുഴുവൻ എഴുന്നേൽപ്പിക്കുന്നവൻ. ജാഗോ ബോണിറ്റോ എന്ന വാക്കിൻ്റെ അവസാന അർത്ഥമാണ് നെയ്മർ ജൂനിയർ. അവൻ ബ്രസീലിൻ്റെ ജേഴ്സിയിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ കോടിക്കണക്കിന് ബ്രസീൽ ആരാധകരുടെ പ്രാർത്ഥനയും പ്രതീക്ഷയുമായിട്ടാണ്. ഓരോ സ്റ്റെപ്പ് ഓവറിലും, ഓരോ ഫ്രീ കിക്കിലും, ഓരോ സെലിബ്രേഷനിലും നെയ്മറെ നമ്മൾ വീണ്ടും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, ഹീ ഈസ് ദ കിങ് ഓഫ് ദി ഫുട്ബോൾ, ഹീ ഈസ് ദ കിങ് ഓഫ് ദി ബ്രസീൽ. താങ്ക് യു. Subscribe for more.